ഇടയായിത്തീരാം. കർത്താവിൽ പ്രിയരെ, ഇന്നലെ നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് പ്രാർത്ഥന? എത്ര പേർക്ക് ഓർമ്മയുണ്ട്? നമ്മൾ ഇന്നലെ പഠിച്ച പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എന്താണ് പ്രാർത്ഥന. എന്താണ് പ്രാർത്ഥന? പിതാവായ ദൈവത്തോട് പുത്രനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പരിശുദ്ധ ആത്മാവിനാൽ കഴിക്കുന്ന അപേക്ഷയാണ് പ്രാർത്ഥന. ആമേൻ, സ്തോത്രം. അപ്പോൾ രണ്ടാമത് നമ്മൾ പഠിച്ചൊരു കാര്യം, ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത്? എന്താണ് പഠിച്ചത്? ആരോടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത്? പിതാവായ ദൈവത്തോടാണോ, പുത്രനായ യേശുക്രിസ്തുവിനോടാണോ, പരിശുദ്ധ ആത്മാവിനോടാണോ? ഈ മൂന്ന് വ്യക്തികളിൽ ആമേൻ നമ്മൾ ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത്? പിതാവായ ദൈവത്തോടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഹല്ലേലൂയ. പിതാവായ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്തുണ്ടാകണം. പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് എത്ര കാര്യങ്ങൾ ഉണ്ടാകണം? അനേക കാര്യങ്ങൾ ഉണ്ടാകണം. അതിൽ നിന്ന് പ്രധാനമായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ഉണ്ടാകണം. എന്താണ് ആ രണ്ട് കാര്യം? ഒന്ന് ശ്രദ്ധ, രണ്ട് ക്ഷമ. ഒന്ന് ശ്രദ്ധ, രണ്ട് ക്ഷമ. ആമേൻ, സ്തോത്രം. പ്രധാനമായിട്ടും അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചൊരു കാര്യം, ആമേൻ, പിതാവായ ദൈവത്തോട് ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുമ്പോൾ, ക്ഷമയോടെ പ്രാർത്ഥിക്കുമ്പോൾ പിതാവായ ദൈവം പുത്രൻ്റെ നാമം മഹത്വപ്പെടേണ്ടതിന് നമുക്ക് ആ കാര്യങ്ങൾ ചെയ്തു തരും എന്ന് നമ്മൾ പഠിച്ചു. ഹല്ലേലൂയ. ഇന്നലെ രാത്രിയിൽ അങ്ങനെ പ്രാർത്ഥിച്ച എത്ര പേര് ഇതിനകത്തുണ്ട്? അങ്ങനെ പ്രാർത്ഥിച്ചവർ ഇതിനകത്തുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ദൈവ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് പറയാം, പ്രതിഫലത്തിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങിക്കോ. പിതാവായ ദൈവം നിങ്ങൾക്ക് ആ പ്രതിഫലം നൽകുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവനെ മറക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ഏത് പ്രതികൂലത്തിൻ്റെ നടുവിലും, ഏത് സാഹചര്യത്തിൻ്റെ നടുവിലും ഒരു വഴിയും നിനക്ക് മുൻപിൽ ഇല്ലാതിരിക്കുമ്പോൾ, എരീഹോ പോലെയുള്ള മതിലുകൾ നിന്റെ മുൻപിൽ നിൽക്കുമ്പോഴും പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ, ആയുധം കണ്ടുപിടിക്കണ്ട, മന്ത്രവാദത്തിന് വേണ്ടി പോകണ്ട, ആഭിചാരത്തിന് വേണ്ടി പോകണ്ട, മാനുഷിക ശക്തികളെ നോക്കി പോകണ്ട, അവിടെ മുട്ടുകുത്തുക. അതരം തുറന്ന് നിന്റെ ദൈവത്തോട്, പിതാവായ ദൈവത്തോട് ഒന്ന് നിലവിളിക്കാൻ തയ്യാറാണെങ്കിൽ ആ സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി മറുപടി തരുവാനിടയായി തീരും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ മക്കളെ, പ്രാർത്ഥിക്കുന്നവനുണ്ടെങ്കിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ കരവും അവിടെ ഉണ്ട്. ഹല്ലേലൂയ. പ്രാർത്ഥന എന്നത് ദൈവമക്കളുടെ കയ്യിൽ കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയൊരു ആയുധമാണ്. ഹല്ലേലൂയ. ഞാൻ ഇന്നലെ പറഞ്ഞു, ക്രിസ്തീയ ജീവിതത്തിനകത്ത് നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ വേണം. എന്തൊക്കെയാ അത്? ഒന്ന് താക്കോൽ, രണ്ട് ഇന്ധനം. ഒന്ന് താക്കോൽ, രണ്ട് ഇന്ധനം. എന്തിനാ താക്കോല്? ദൈവവചനമാണ് താക്കോൽ. ഹല്ലേലൂയ. ആമേൻ. പ്രാർത്ഥനയാണ് ഇന്ധനം. ഹല്ലേലൂയ. ദൈവവചനമാണ് ആമേൻ താക്കോൽ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഇന്ധനം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥിക്കുന്നവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ അവൻ അധിക ദൂരം വീഴാതെ ഓടാൻ കഴിയും. പ്രാർത്ഥിക്കുന്നവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ തളരാതെ ഓടാൻ കഴിയും. പ്രാർത്ഥിക്കുന്നവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ വിഷയങ്ങൾ എത്ര വലുതെന്നല്ല ദൈവം നോക്കുന്നത്, പ്രാർത്ഥിക്കുന്നവൻ്റെ ഹൃദയം എത്ര സമർപ്പണത്തോടെ ഇരിക്കുന്നു എന്നാണ് ദൈവം നോക്കുന്നത്. വിഷയം എത്ര വലുതുമാകട്ടെ, ഗോലിയാത്തിനെ പോലെ, എരീഹോ മതിലിനെ പോലെ, ആമേൻ, യഹൂദന്മാരെ പോലെ, നിനക്കെതിരെ വരുന്ന എല്ലാ ചെങ്കടലുകളെ പോലെയും വിഷയം എത്ര വീതിയുണ്ട്, എത്ര നീളമുണ്ടെന്നല്ല എൻ്റെ കർത്താവ് നോക്കുന്നത്. പ്രാർത്ഥിക്കുന്നവന് എത്രത്തോളം സമർപ്പണമുണ്ട്, പ്രാർത്ഥിക്കുന്നവൻ എത്രത്തോളം കണ്ണുനീരുണ്ട്, പ്രാർത്ഥിക്കുന്നവൻ എത്രത്തോളം ആമേൻ ദൈവത്തിൽ വിശ്വാസമുണ്ടെന്ന് നോക്കിയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവന്റെ ക്വാളിറ്റി ദൈവം നോക്കാറില്ല. പ്രാർത്ഥിക്കുന്നവന്റെ ബഹുമാനങ്ങൾ ദൈവം നോക്കാറില്ല. പ്രാർത്ഥിക്കുന്നവന്റെ ആരോഗ്യം ദൈവം നോക്കാറില്ല. ഏത് സാഹചര്യത്തിൽ കടന്നാലും ഒരു ദൈവ പൈതലിന് നിവർന്നു നിൽക്കണമെന്ന് അവൻ ചിന്തിച്ചു കഴിഞ്ഞാൽ അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ മതി. ഒരു പൈശാചിക തലത്തിനും നിന്നെ തകർക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഇതിനകത്തായിരിക്കുന്ന കർത്താവിൽ പ്രിയരെ, ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഞാൻ പറയുന്നു, ആരെങ്കിലും തളർന്ന് നിരാശയോടെ ദേശത്തിനകത്ത് നിന്ദിക്കപ്പെട്ട്
വിദ്യാഭ്യാസ ജീവിതത്തിനകത്ത് പഠിക്കാൻ കഴിയാതെ, ആത്മീക തലത്തിൽ ഉയരാൻ കഴിയാതെ, നിന്റെ മേലുള്ള ദൈവ വിളിക്കൊത്തവണ്ണം നിനക്ക് ഓടാൻ കഴിയാതെ നിരാശ വഹിക്കുന്നുണ്ടെങ്കിൽ, അസ്വസ്ഥതകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഈ പ്രായത്തിൽ അനുഭവിക്കേണ്ട നന്മകൾ നിന്റെ ജീവിതത്തിൽ വരാതെ നീ കണ്ണുനീരോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ, നിന്നോട് ഞാനൊരു ദൂത് പറയാം. പ്രാർത്ഥിച്ചു തുടങ്ങ്, ദൈവം തടസ്സങ്ങളെ മാറ്റിത്തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിച്ചു തുടങ്ങ്, ദൈവം നിനക്ക് വേണ്ടി തടസ്സങ്ങളെ മാറ്റിത്തരും. അതെത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അപ്പോൾ ഒന്ന്, പിതാവായ ദൈവത്തോട് വേണം പ്രാർത്ഥിക്കാൻ. രണ്ടാമത് നമ്മൾ പഠിച്ചു, പുത്രനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വേണം പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ. അതിന് നമ്മൾ ഇന്നലെ വചനം എടുത്തു. മത്തായി എഴുതിയ സുവിശേഷം, യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 23-ാം വാക്യം. വേഗത്തിലൊന്ന് എടുക്കാമോ? യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 23-ാം വാക്യം. വേഗത്തിൽ വായിക്കാമോ? ആമേൻ, ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും ആ പിതാവായ ദൈവം എൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും. ഹല്ലേലൂയ. നിങ്ങൾ പിതാവിനോട് എന്ത് ചോദിച്ചാലും അത് നിങ്ങൾക്ക് പുത്രന്റെ നാമത്തിലേക്ക് കിട്ടത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കുഞ്ഞ് തൻ്റെ അപ്പനോട് സംസാരിക്കുന്നത് പോലെ നമുക്ക് ദൈവത്തോട് സംസാരിക്കാനിടയായിത്തീരും. പുത്രനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എങ്ങനെ പ്രാർത്ഥിക്കണം? ഹല്ലേലൂയ. ഒന്ന് നമ്മൾ പഠിച്ചു, ആരോട് പ്രാർത്ഥിക്കണം? പിതാവായ. എങ്ങനെ പ്രാർത്ഥിക്കണം? പുത്രനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കണം. ആമേൻ, ഹല്ലേലൂയ. പിതാവായ ദൈവത്തോട് ചെന്നിട്ട്, കർത്താവേ, ദൈവമേ, പിതാവായ ദൈവമേ, ഞാനൊരു വിഷയം നിന്നെ ബോധിപ്പിക്കുന്നു, ആ വിഷയത്തിനകത്ത് ഞാൻ ചെല്ലുന്നതിന് മുൻപേ മറുപടി തരണമെന്ന് പറഞ്ഞിട്ട് പോയാൽ കർത്താവ്, പിതാവായ ദൈവം എന്ത് ചെയ്യത്തില്ല? ആ പ്രാർത്ഥന കേൾക്കുന്നില്ല. ആമേൻ. പിതാവായ ദൈവത്തോട് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്ത് ചെയ്യുന്നില്ല? ദൈവം കേൾക്കുന്നില്ല. ഓ പാസ്റ്റർ, പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പിതാവായ ദൈവത്തോടാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ആ ദൈവം കേൾക്കുന്നില്ലെങ്കിൽ പിന്നെ പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം? ആമേൻ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? പിതാവായ ദൈവത്തോടാണ് പ്രാർത്ഥിക്കേണ്ടത്. പിതാവായ ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന പിതാവായ ദൈവം കേൾക്കുന്നില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം? വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. പക്ഷേ അതിനകത്ത് നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ടൊരു കാര്യം, പുത്രനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ചൊല്ലുന്ന പ്രാർത്ഥനകൾക്ക് മാത്രമേ പിതാവായ ദൈവം ഉത്തരം തരത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്ക്, യേശുവിലൂടെയാണ് നമ്മൾ പിതാവിനെ കണ്ടത്. ഹല്ലേലൂയ. ഡയറക്റ്റ് ആയിട്ട് ആരെങ്കിലും പിതാവിനെ ഇവിടെ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഇല്ല. ആമേൻ. അതിൻ്റെ വഴികൾ ഞാൻ ഇന്നലെ പറഞ്ഞു. കാരണം നമ്മളെല്ലാവരും എന്തിൻ്റെ കീഴിലായിരുന്നു? അനുസരണക്കേടെന്ന പിശാചിൻ്റെ പാപത്തിൻ്റെ കീഴിലായിരുന്നു. ആമേൻ. നമ്മൾ വചനം പഠിച്ചപ്പോൾ പഠിച്ചൊരു കാര്യമുണ്ട്. ആമേൻ. ദൈവം ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ, ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ച മനുഷ്യൻ വിരൂപനായി എന്തായി തീർന്നു? വിരൂപനായി തീർന്നു. എങ്ങനെ? പിശാചിൻ്റെ വാക്കുകളെ കേട്ട് ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ നിന്നും അവൻ ശപിക്കപ്പെട്ടവനായി, വിരൂപനായി, കഷ്ടപ്പാടുള്ളവനായി, മരണമുള്ളവനായി, ദുഃഖമുള്ളവനായി, പ്രയാസമുള്ളവനായി, കഷ്ടമുള്ളവനായി, ശാപമുള്ളവനായി അവൻ്റെ ജീവിതം മുഴുവൻ വിരൂപമായി തീർന്നു. വിരൂപനായ മനുഷ്യനെ വീണ്ടും സ്വരൂപത്തിലേക്ക് കടന്നു വരാൻ ദൈവം നമ്മുടെ കയ്യിൽ തന്ന ഏറ്റവും വലിയൊരു ഉപാധിയാണ് പുത്രനായ യേശുക്രിസ്തു എന്ന് പറയുന്നത്. വിരൂപനായ എന്നെ ദൈവത്തിന്റെ സ്വരൂപത്തിലേക്ക് വീണ്ടും രൂപാന്തരപ്പെടുത്താൻ ദൈവം നമുക്ക് തന്ന ഏക വാതിലാണ് യേശുക്രിസ്തു. ഹല്ലേലൂയ. അപ്പോൾ യേശു എന്താ പറഞ്ഞത്? ഞാൻ തന്നെ വഴിയും സത്യവും, എന്നിലൂടെ അല്ലാതെ ആരും എന്ത് ചെയ്യുന്നില്ല. ആ വചനം ഒന്ന് വായിച്ചേ. ആമേൻ, സ്തോത്രം. ആമേൻ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. യോഹന്നാൻ എഴുതിയ സുവിശേഷം
14-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. എല്ലാ ദൈവമക്കളും ഒന്ന് എടുത്ത് വായിച്ചേ. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. അതെല്ലാം നമുക്കറിയാം. അടുത്ത വാക്ക് പറഞ്ഞേ. ആ വാക്ക് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച്, ആ വാക്ക് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു വായിച്ചേ. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലൂടെ അല്ലാതെ ഒരു പ്രാർത്ഥനയും കർത്താവായ പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ എത്തുന്നില്ല. ഇവിടെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? പല രൂപത്തിലുള്ള ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്, പല ഭാവത്തിലുള്ള ദൈവങ്ങളോട് പ്രാർത്ഥിക്കുന്നുണ്ട്. റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 23-ാം വാക്യം പറയുന്നത് പോലെ, ആമേൻ, അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ മനുഷ്യൻ, ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. അപ്പൊ ഇവരോടെല്ലാം മനുഷ്യൻ എന്ത് ചെയ്യാറുണ്ട്? പ്രാർത്ഥിക്കാറുണ്ട്. എന്ത് ചെയ്യാറുണ്ട്? ഈ പ്രാർത്ഥനയെല്ലാം ദൈവം കേൾക്കുമോ കേൾക്കില്ലേ? കേൾക്കുമോ കേൾക്കില്ലയോ? എല്ലാവരുടെ പ്രാർത്ഥനയും ദൈവം കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ലേ? കേൾക്കുന്നില്ല. എല്ലാവരുടെ പ്രാർത്ഥനയും ദൈവം എന്ത് ചെയ്യുന്നില്ല? പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചെല്ലുന്ന പ്രാർത്ഥനകൾ മാത്രമേ സ്വർഗത്തിലെ ദൈവം കേൾക്കുന്നുള്ളൂ. അയ്യോ പാസ്റ്ററെ, പിന്നെ ഉള്ളവരൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കുന്നതോ, അതിശയങ്ങൾ നടക്കുന്നതോ, അടയാളങ്ങൾ നടക്കുന്നതോ? അത്ഭുതം നടക്കുന്നുണ്ടോ? ഉണ്ട്. അടയാളം നടക്കുന്നുണ്ടോ? ഉണ്ട്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ആമേൻ, ഹല്ലേലൂയ, ലോക അവസാനമാകുമ്പോൾ അതാ അവിടെ ക്രിസ്തു, അതാ ഇവിടെ ക്രിസ്തു, അത്ഭുതങ്ങൾ നടക്കും, അതിശയങ്ങൾ നടക്കും. പക്ഷെ ദൈവത്തിന്റെ വചനം മാറാതെ സൂക്ഷിക്കുന്നവൻ എന്നേക്കും നിലനിൽക്കുന്നവനായി തീരും. അത്ഭുതത്തിന്റെ പുറകെ പോകുന്നവരുണ്ടായിരിക്കാം, അടയാളത്തിന്റെ പുറകെ പോകുന്നവരുണ്ടായിരിക്കാം. പക്ഷെ യഥാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതൽ പ്രാർത്ഥനാ ജീവിതത്തിൽ വിവേചിക്കും, ഇത് എൻ്റെ യേശുവിന്റെ നാമത്തിലാണോ പ്രാർത്ഥിക്കുന്നത്? വാർദ്ധക്യത്തിലായിരിക്കുന്ന ഒരു അപ്പച്ചനെ കാണാൻ 2 പാസ്റ്റർമാർ വന്നു. ഒരു പാസ്റ്റർ വന്ന് നോക്കിയപ്പോ ആ പാസ്റ്റർ പറയാതെ പ്രാർത്ഥിച്ചു, കർത്താവേ, എത്രയും പെട്ടെന്ന് ഇതിനെ അങ്ങ് എടുക്കണം. ആമേൻ. മറ്റൊരു പാസ്റ്റർ വന്നിട്ട് പറഞ്ഞു, കർത്താവേ, ഇനിയും ഈ മനുഷ്യന് ദൈവവേല ചെയ്യാനുണ്ട്, അങ്ങ് എടുക്കരുത്. ഹല്ലേലൂയ. രണ്ടാമത്തെ വ്യക്തിയുടെ പ്രാർത്ഥന ഫലിച്ചു, ദൈവം എടുത്തില്ല. വീണ്ടും ആശുപത്രിയിൽ വന്നു. തുടർന്ന് അദ്ദേഹം നടക്കാൻ തുടങ്ങി, ഓടാൻ തുടങ്ങി, ദൈവവചനം പറയാൻ തുടങ്ങി. ഹല്ലേലൂയ. ഒന്നാമത്തെ വ്യക്തി പ്രാർത്ഥിച്ചത് എന്താണെന്ന് അറിയാമോ? ഈ ജീവൻ ഇവിടെ മതി, നിർത്ത്. ഹല്ലേലൂയ. അപേക്ഷയല്ല, അത് അധികാരമാണ്. അദ്ദേഹം ദൈവത്തോട് അധികാരം പറഞ്ഞതാ, ഈ ജീവൻ ഇവിടെ മതി, നീ എടുത്തോ എന്ന്. ഹല്ലേലൂയ. അങ്ങനെ പറയാൻ നമുക്ക് അധികാരമുണ്ടോ? എന്നെ കേൾക്കുന്ന പ്രിയ മക്കളെ, ദൈവം നമുക്ക് സൗജന്യമായി തന്ന ജീവൻ, ആരുടെ ജീവനാകട്ടെ, അവരുടെ ജീവനെ അങ്ങ് എടുക്കെന്ന് പ്രാർത്ഥിക്കാൻ ആർക്കെങ്കിലും അധികാരമുണ്ടോ? നമ്മുടെ ദേശത്തിനകത്ത് നമുക്ക് ഓർമ്മയില്ലേ, ഒരു സഹോദരനെ നോക്കി പല ദൈവദാസന്മാരും പറഞ്ഞു, ഇനി കുറച്ചു നാളും കൂടിയേ ജീവിക്കത്തുള്ളൂ. പക്ഷെ നമ്മൾ ചെന്ന് പ്രാർത്ഥിച്ചത് എന്താ? കർത്താവേ, അങ്ങയുടെ രാജ്യ മഹത്വത്തിന് വേണ്ടി എവിടെയൊക്കെ ഉപയോഗിക്കപ്പെടുമ്പോൾ കഴിയുമോ അവിടെയെല്ലാം ഉപയോഗിക്കുവാൻ ഈ സഹോദരനെ ഇനിയും അങ്ങ് ബലപ്പെടുത്തണം. അടുത്ത സെക്കൻഡ് മരിച്ചു പോകുന്ന ദൈവം പറഞ്ഞ ദൈവദാസന്മാരുടെ മുമ്പിൽ അദ്ദേഹം എന്ത് ചെയ്യാൻ തുടങ്ങി? ഓടിച്ചാടി ജീവിക്കാൻ തുടങ്ങി. ഒരു മനുഷ്യന്റെ ജീവന്റെ മേൽ പ്രാർത്ഥിക്കാൻ നമുക്ക് അധികാരമില്ല. അവന്റെ ജീവനെ തിരികെ തരണമെന്ന് യേശു പറഞ്ഞിട്ടുള്ളൂ. ശിഷ്യന്മാർ പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയാണ്, യേശുവേ, നമ്മളെ അംഗീകരിക്കാത്ത ഈ ശമര്യക്കാരെ അങ്ങ് കൊന്നുകള, ഏലിയാവ് തീ അയച്ചതുപോലെ അങ്ങ് കൊന്നുകള. കർത്താവ് പറഞ്ഞൊരു വാക്ക് ഇങ്ങനെ, നിങ്ങൾ ഏത് ആത്മാവിന് അധീനർ? നിങ്ങളുടെ ശരീരത്തിൽ ഏത് ആത്മാവായിരിക്കുന്നത്? ഞാൻ നശിപ്പിക്കാൻ വന്നവനല്ല, ഞാൻ രക്ഷിക്കാൻ വന്ന ദൈവമാണ്. ഹല്ലേലൂയ. പക്ഷെ ഈ കാലഘട്ടത്തിൽ ഒരു തുറന്ന വാതിൽ നമ്മുടെ മുമ്പിൽ കിടപ്പുണ്ട്, പുത്രനായ യേശുവിന്റെ വാതിൽ. ആ വാതിലൂടെ കടക്കാത്ത ഏവനും നാശത്തിലേക്ക് വീഴും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 17-ാം വാക്യം വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 17-ാം വാക്യം വേഗത്തിലെടുത്ത് വായിക്കാമോ? യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 17-ാം വാക്യം. ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകത്തെ നശിപ്പിക്കാനല്ല, പിന്നെയോ ലോകം യേശുവിനാൽ രക്ഷിക്കപ്പെടാനാണ് തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. എന്നെ കേൾക്കുന്നവർ മനസ്സിലാവും, യേശു എന്തിനാ വന്നത്?
ഈ ലോകത്തെ കത്തിച്ചാരമാക്കാൻ പോവുകയാണോ? അല്ല. അവൻ എന്തിനാ വന്നത്? അവൻ ഈ ലോകത്തെ രക്ഷിക്കാൻ വന്ന ദൈവമാ. അടുത്ത വാക്ക് അവനിൽ വിശ്വസിക്കുന്നവർക്ക് എന്തില്ല? ഈ വിശ്വാസം സൗജന്യമാണ്. ഈ വിശ്വാസം എന്താ? യേശുവിലെ വിശ്വാസം സൗജന്യമാണ്. ഹല്ലേലൂയ. അതാ പാട്ടുകാരൻ പാടിയത്. ആമേൻ. മലകൾ കയറിയാൽ കിട്ടുകില്ല. ആമേൻ. ഹല്ലേലൂയ. കുന്നുകൾ കയറിയാൽ കിട്ടുകില്ല. കൃപയാലത്രേ ഈ രക്ഷ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അത് യേശുവിലുള്ള വിശ്വാസത്താൽ ഒരു മനുഷ്യന് ലഭിക്കുന്ന അംഗീകാരമാണ് രക്ഷ എന്ന് പറയുന്നത്. എൻ്റെ മകന് വേണ്ടി ഞാൻ വിശ്വസിക്കാം? നോ. കാരണം നിന്റെ മകന്റെ ആത്മാവും നിന്റെ ആത്മാവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ആയിരുന്നെങ്കിൽ സകല മനുഷ്യരെ അവൻ ഒരച്ചിൽ വാർത്തെടുത്താൽ മതിയായിരുന്നു. എന്നാൽ അങ്ങനെയല്ല. ജനിക്കുന്ന ഓരോ വ്യക്തിക്കും ദൈവം ഓരോ ഗുണസ്വഭാവങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിനിങ്ങനെ പറയുന്നു, രൂപഭാവ ഗുണങ്ങൾ ദൈവം കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നിട്ട് നമ്മൾ ചുമ്മാ പറയും ഒരുവനെ പോലെ 7 പേരൊക്കെ ഉണ്ട്. ലോകത്തിലുള്ളതിൽ ഐശ്വര്യപ്പെടേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. എങ്കിലും അവരിൽ പല മാറ്റങ്ങളുമുണ്ട്. ദൈവത്തിന്റെ സൃഷ്ടി എത്ര മനോഹരം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നോക്ക്, ലോകത്തെ വിധിപ്പാനല്ല യേശു വന്നത്. വായിച്ചേ, അവനിൽ വിശ്വസിക്കുന്ന അവന് രക്ഷ പ്രാപിക്കും. അടുത്ത വാക്ക്, വിശ്വസിക്കാത്തവൻ. നോക്ക്, ശ്രദ്ധിച്ചു വായിക്കണം. വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കാതെ കൊണ്ട് ഹല്ലേലൂയ. എടുത്തു പറഞ്ഞത് കണ്ടോ? ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കാതെ കൊണ്ട് ന്യായവിധി വന്നു കഴിഞ്ഞു. ചിലർ പറയുന്നൊരു കാര്യം, കർത്താവേ, ദൈവദാസനെ ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും ദൈവം എന്നെ, പ്രാർത്ഥനയുണ്ട് പക്ഷെ പുത്രന്റെ നാമത്തിൽ വിശ്വാസമില്ല. ആമേൻ. നിങ്ങൾക്ക് മനസ്സിലായോ? സാമ്പത്തികമുള്ളവൻ പള്ളിക്ക് വേണ്ടി ചെയ്തുകൊണ്ടേയിരിക്കും. അവരുടെ പേര് അവിടെ എന്ത് ചെയ്യും? കൊത്തി വെക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് എടുത്തു പറഞ്ഞിരിക്കുക, ദൈവനാമത്തിൽ ചെയ്തവനും ദൈവത്തിൽ ആരാധിച്ചവനും പ്രാർത്ഥിച്ചവനൊന്നുമല്ല, പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായിക കൊണ്ട് ന്യായവിധി വന്നു കഴിഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാരം, അയ്യോ പാസ്റ്റർ, എൻ്റെ ജീവിതത്തിൽ കഷ്ടം മാറുന്നില്ല, എൻ്റെ രോഗം മാറുന്നില്ല, എൻ്റെ തലമുറയുടെ ഭാവി നശിച്ചു, എൻ്റെ ആരോഗ്യം ക്ഷയിച്ചു, എൻ്റെ കടഭാരം മാറുന്നില്ല, ദേശത്തിനകത്ത് നിന്ന മാറുന്നില്ല, ഞങ്ങളുടെ ജീവിതത്തിനകത്ത് മാനസാന്തരം ഉണ്ടാകുന്നില്ല. എന്താ കാരണം? വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയ്ക്ക് മാത്രമേ ദൈവം പ്രതിഫലം തരത്തുള്ളൂ. ഇന്നും നീ പുത്രനെ വിശ്വസിച്ചിട്ടില്ല, അതുകൊണ്ട് ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. ഇന്ന് ഈ രാത്രിയിൽ നിന്റെ മനസ്സിനകത്ത് ഒരു രൂപാന്തരമുണ്ടാകട്ടെ. പുത്രനെ വിശ്വസിച്ചുകൊണ്ട് അവന്റെ നാമത്തിൽ പിതാവിനോട് പ്രാർത്ഥിക്കുക. ഏറ്റുപറയുന്നൊരു കാര്യമാണ്. രണ്ടാമതൊരു വാക്യമുണ്ട്. എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 19-20 വാക്യങ്ങൾ വായിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 19-20 വാക്യങ്ങൾ. യേശുവിലൂടെ മാത്രമേ പിതാവിൻ്റെ അടുത്ത് നമ്മുടെ പ്രാർത്ഥനകൾ ചെല്ലുക ഉള്ളൂ. ഹല്ലേലൂയ. വായിച്ചേ. അതുകൊണ്ട് സഹോദരന്മാരെ, നോക്ക്, യേശു തൻ്റെ ദേഹമെന്ന തിരശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള ആമേൻ, ഹല്ലേലൂയ, എന്താ ആമേൻ, പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനം നമുക്ക് കിട്ടി. അവിടെ എഴുതിയിരിക്കുന്നൊരു വാക്ക്, അടുത്ത വാക്ക് വായിച്ച ധൈര്യത്തോടെ. ആമേൻ, മതി. ആമേൻ, ശ്രദ്ധിച്ചു കേൾക്ക്. നോക്ക്, യേശുവിൻ്റെ രക്തത്തിലൂടെ നമുക്ക് വിശുദ്ധ മന്ദിരത്തിലേക്ക് ഒരു പ്രവേശനം കിട്ടി. വിശുദ്ധ മന്ദിരത്തിൽ ആരായിരിക്കുന്നത്? പിതാവായ ആ ദൈവത്തിൻ്റെ അടുത്തേക്ക് നമുക്കൊരു പ്രവേശനം ആരിലൂടെ കിട്ടി? പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കിട്ടി. അപ്പൊ ആരോട് പ്രാർത്ഥിക്കണം?
പിതാവായ ദൈവത്തോട് എങ്ങനെ പ്രാർത്ഥിക്കണം? പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. എന്താണ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിന് ഇത്രയും പ്രത്യേകത? എന്താണ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിന് ഇത്രയും പ്രത്യേകത? ഞാൻ നിങ്ങളോട് പറയാം. 3 ലോകങ്ങളാണ് നമുക്കുള്ളത്. എന്താണുള്ളത്? ഹല്ലേലൂയ. എന്താണുള്ളത്? 3 ലോകങ്ങൾ. ഒന്ന് സ്വർലോകം, ഭൂലോകം, അധോലോകം. സ്വർലോകം, ഭൂലോകം. ഈ 3 ലോകത്തിലും ദൈവം ഒരുപോലെ വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്ക. അപ്പോൾ ആമേൻ, ഹല്ലേലൂയ. ഒന്ന്, ആമേൻ, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ സ്വർലോകത്തിൽ സംഭവിക്കുന്നത് എന്താണ് എന്ന് പഠിക്കാം. ഹല്ലേലൂയ. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത്? പിതാവായ ദൈവത്തോടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത്? പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ 3 ലോകങ്ങളിൽ നമ്മുടെ പ്രാർത്ഥന കടന്നു ചെല്ലുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ ഈ കാര്യം? ഇതിനകത്തിരിക്കുന്ന നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? ഇതിനകത്തിരിക്കുന്ന നിങ്ങളോട് ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ ചുക്കിയും ചുളുങ്ങൊക്കെ ഇരിക്കുന്നത് കൊണ്ട് അധികാരം മനസ്സിലാകാത്തത്. അധികാരം മനസ്സിലാക്കിയവൻ 3 ലോകത്തിലും പ്രാർത്ഥിച്ചു നേടും. ഹല്ലേലൂയ. അതിനാ പറയുന്ന വചനം വായിക്കണം, കേൾക്കുന്ന വചനം ശ്രദ്ധയോടെ സ്വീകരിക്കണം, എന്നിട്ട് അതനുസരിച്ചൊന്ന് പ്രാർത്ഥിച്ചു നോക്ക്. ആമേൻ. യോസേഫ്, ആമേൻ, പത്രോസ് വെറുതെ നടന്നപ്പോൾ നിഴല് തട്ടി സൗഖ്യമായതല്ല, ആ നിഴലിന്മേലും ഒരു അധികാരമുണ്ടായിരുന്നു. ആമേൻ. പൗലോസും ശീലാസും ആരാധിച്ചപ്പോൾ വെറുതെ കാരാഗ്രഹം ഇളകിയതല്ല, അതിലൊരു അധികാരം മനസ്സിലാക്കിയിട്ട് അവർ ആരാധിച്ചത്. പത്രോസ് തടവറയ്ക്കകത്ത് കിടന്നപ്പോൾ വെറുതെ ചങ്ങലകൾ പൊട്ടി മാറിയതല്ല, അതിലൊരു അധികാരമുണ്ടായിരുന്നു. ആത്മതലത്തിൽ ദൈവമക്കൾക്ക് മാത്രം കാണാൻ കഴിയുന്ന ഒരു ആത്മീക അധികാരം, അതാണ് പ്രാർത്ഥന. അത് ഉപയോഗിക്കാത്തിടത്തോളം കാലം നിനക്ക് തട്ടിയും മുട്ടിയും പരാജയപ്പെട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ജാമ്പയ്ക്ക മരം കുലുക്കിയപ്പോൾ എല്ലാ ജാമ്പയ്ക്കയും കൂടി താഴെ വീണു. കുറേ പേര് ചവിട്ടിച്ചെന്ന് പറക്കി, കുറേ പേര് ചതഞ്ഞതൊക്കെ എടുത്തു, കുറേ പേര് അല്ലാത്തതൊക്കെ എടുത്തു. ആമേൻ, ഹല്ലേലൂയ. കുറേ പേർക്ക് കിട്ടി, കുറേ പേർക്ക് കിട്ടി. ചിലർക്ക് നല്ലത് കിട്ടി, ചിലർക്ക് ആമേൻ ഏറ്റവും ആദ്യം ലക്ഷ്യം വെച്ച് ഓടിയവന് നല്ലത് കിട്ടി. രണ്ടാമത് ലക്ഷ്യമില്ലാതെ ഏതെങ്കിലും പറക്കാമെന്ന് പറഞ്ഞു പോയവന് ചതഞ്ഞത് കിട്ടി. ആമേൻ, ഹല്ലേലൂയ. എല്ലാവരും പറക്കിയിട്ട് ചിലത് കാണും, അതെടുക്കാമെന്ന് പറഞ്ഞവന് അത് കിട്ടി. മടിയനായവൻ ഇഴഞ്ഞു ചെന്നപ്പോൾ ഒന്നും കിട്ടിയില്ല. ഇതുപോലെയാ ചിലരുടെ പ്രാർത്ഥനാ ജീവിതം. സ്വർഗത്തിലെ ആരാധന നടക്കുമ്പോൾ, പ്രാർത്ഥന കൂട്ടായ്മ നടക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെ ചിന്തിക്കുന്നവർ ഭൂരിഭാഗമുണ്ട്. ഒന്ന്, എൻ്റെ ദുഃഖം മാറാൻ, എൻ്റെ കഷ്ടം മാറാൻ രക്തസ്രാവക്കാരി സ്ത്രീയെ പോലെ ഇന്നത്തെ വിടുതൽ എനിക്കാണെന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ട്. 2, എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ട്. 3, ആർക്കെങ്കിലും സംഭവിച്ചത് കണ്ട് സന്തോഷിക്കുന്നവരുണ്ട്. 4, എനിക്കൊന്നും കിട്ടിയില്ലേലും കുഴപ്പമില്ല, ഞാൻ ആരാധന വന്നത് വിശ്വാസികളും പാസ്റ്ററും കണ്ടാ മതി എന്ന് പറഞ്ഞ് ഇരിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. ഇന്ന് ഞാനും നിങ്ങളും ഏത് ഗണത്തിൽപ്പെടും? ഏത് ഗണത്തിൽപ്പെടും? ഒന്നാമത് പറഞ്ഞ രക്തസ്രാവക്കാരി സ്ത്രീയുടെ ആമേൻ, ഹല്ലേലൂയ, ഗണത്തിലാണ് പെടുന്നതെങ്കിൽ അവന്റെ അകത്തെ ശക്തി എൻ്റെ അകത്ത് വരും. ആമേൻ. കർത്താവിൽ പ്രിയരെ, എനിക്ക് ശബ്ദം താഴ്ത്തി പ്രസംഗിക്കാം, പക്ഷെ ഈ ആത്മാവിൻ്റെ ശക്തി, ഈ ആത്മാവിൻ്റെ ശബ്ദം ഇത്ര ശക്തിയോടെ അല്ലാതെ ഞാൻ എങ്ങനെ പറയണം? ഓരോ വചനവും പുറത്തു ദൈവാത്മാവ് മറ നീക്കി തരുന്നതിൻ്റെ ലക്ഷ്യം ഇതിനകത്ത് പിടിച്ചു നീ എഴുന്നേൽക്കണമെന്നുള്ളത് കൊണ്ടാ. നിന്റെ കഷ്ടം മാറാനുള്ള വചനമാ തരുന്നത്, നിന്റെ പ്രയാസം മാറാനുള്ളതാ തരുന്നത്, നിന്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന ദൈവിക വചനമാ തരുന്നത്. അത് ശ്രദ്ധയോടെ കേട്ട് അനുസരിക്കുന്ന ഒരു തലമുറ ഇതിനകത്ത് എഴുന്നേൽക്കട്ടെ. പ്രിയ മക്കളെ, ആമേൻ, പുത്രന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഒന്നാമത്തെ കാര്യം, സ്വർലോകത്തിൽ ചിലതൊക്കെ സംഭവിക്കും. സ്വർലോകത്തിൽ ചിലതൊക്കെ. പ്രാർത്ഥനയ്ക്ക് ഇത്രയും ഗൗരവമുണ്ടോ പാസ്റ്റർ? ഉണ്ട്, ഉണ്ട്. പ്രാർത്ഥനയ്ക്ക് ഇതിനേക്കാൾ ഗൗരവമുണ്ട്. കാരണം പ്രാർത്ഥന എന്നത് നിസ്സാര കാര്യമല്ല.
സ്വർലോകത്തിൽ സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തിൻ്റെ കരത്തെ ചലിപ്പിക്കുവാൻ ഈ ഭൂമിയിൽ ഏറ്റവും പുഴുവായ, ഇലയായ, കൃമിയായ നിന്നെ കൊണ്ട് കഴിയുന്നുണ്ടെങ്കിൽ പ്രാർത്ഥന എന്നത് ചെറിയ കാര്യമല്ല. ഇന്ന് നിനക്ക് വേണ്ടിയും എൻ്റെ ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കാൻ ശക്തമാണ്. ആരും വിശ്വസിക്കാത്തത് നീ വിശ്വസിക്ക്. ആരും പോകാത്ത ഇടത്തു കൂടി നീ പോ. മുന്നിൽ ചെങ്കടലാണെങ്കിലും പ്രതിസന്ധികളാണെങ്കിലും നിനക്കൊരു വഴി അതിലുണ്ട്. പലരും എന്നോട് പറഞ്ഞു, എങ്ങനെയാ മുന്നോട്ട് പോകുന്നത്? ആമേൻ. ഞാൻ പറഞ്ഞു, ഞാനും എൻ്റെ ദൈവമക്കളും ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, അങ്ങനെയാ പോകുന്നത്. പക്ഷെ ഞാൻ ഇന്ന് ഇതിനകത്തിരിക്കുന്നവരോട് ഒരു കാര്യം പറയാം, പ്രാർത്ഥനയുടെ ശക്തി ഈ ഉപവാസ പ്രാർത്ഥനയിൽ കൂടണം. പ്രാർത്ഥനയുടെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലായോ? എത്ര പേർ അത് മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഈ വചനങ്ങളെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ ദൈവം നിനക്ക് ചിലതൊക്കെ വഴിയൊരുക്കും. ഇതിനകത്തിരിക്കുന്ന പ്രിയമക്കളെ, എന്താ അതിലൂടെ മനസ്സിലാക്കേണ്ടത്? നീ അധ്വാനിക്കുന്നതിന് പകരം നീ പ്രാർത്ഥിച്ചിട്ട് അധ്വാനിക്കാൻ തുടങ്ങുക. പ്രവൃത്തിയുള്ള വിശ്വാസം ദൈവത്തിന് അത്ഭുതകരമായി നിന്നിൽ പ്രവർത്തിക്കാൻ കഴിയും. ആരും ഏറ്റെടുക്കാത്ത എൻ്റെയും നിൻ്റെയും ജീവിതത്തെ വീഞ്ഞാക്കി മാറ്റാൻ, ആരും ഏറ്റെടുക്കാത്ത എൻ്റെയും നിൻ്റെ ശൂന്യതകളെ നിറവുള്ളതാക്കി മാറ്റാൻ എൻ്റെ കർത്താവിന് ഒരു സെക്കൻഡ് മതി. അതിന് നീ ഒരു കാര്യം ചെയ്യണം, പ്രാർത്ഥിക്കാൻ തുടങ്ങണം. ഒന്ന് പ്രധാനമായിട്ട് നമ്മൾ പഠിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ആമേൻ, സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നടക്കുന്ന, സ്വർലോകത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ആമേൻ, സ്തോത്രം, ഒരു വചനം നമുക്ക് വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 34-ാം വാക്യം. യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർലോകത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 34-ാം വാക്യം. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 34-ാം വാക്യം വായിച്ചോ. ഒന്നുകൂടി വായിച്ചോ. ആ വാക്കൊന്ന് ശ്രദ്ധിച്ചു വായിച്ചേ. അവൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. ഒന്ന്, ഭൂമിയിലുള്ള ദൈവ പൈതൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ സ്വർലോകത്തിൽ നടക്കുന്ന ഒന്നാമത്തെ കാര്യം, പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന പുത്രനായ ക്രിസ്തു എൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങളെ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ശ്രദ്ധിച്ചു കേൾക്ക്. യേശു തന്നെ നമുക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുകയാണ്. അതാണ് വചനം പറയുന്നത്. ആമേൻ. ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ ഒരേ ഒരു മധ്യസ്ഥനേ ഉള്ളൂ, അവൻ്റെ പേരാണ് യേശു ക്രിസ്തു. അതുകൊണ്ട് ഇതിനകത്തിരിക്കുന്ന പ്രിയമക്കളെ, നിങ്ങളുടെ വിഷയങ്ങൾ നിങ്ങൾ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന യേശു നമ്മുടെ പ്രാർത്ഥനയെ ഏറ്റെടുക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനയെ ആദ്യം ഏറ്റെടുക്കുന്നത് ആരാ? പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന പുത്രനായ ക്രിസ്തു. ഹല്ലേലൂയ. അപ്പോൾ ഒന്ന്, അവൻ എന്ത് ചെയ്യുന്നു? നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. നമ്മുടെ പ്രാർത്ഥനകളെ അവൻ്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ പുത്രൻ എന്ത് ചെയ്യുന്നു? രണ്ടാമതൊരു വാക്യം വായിക്കാം. ആമേൻ, സ്തോത്രം. എബ്രായർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 25-ാം വാക്യം. എബ്രായർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം ആമേൻ, 25-ാമത്തെ വാക്യം. അതുകൊണ്ട് താൻ മുഖാന്തരമായി നോക്ക്. ആമേൻ. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ അവൻ പ്രാപ്തനാകുന്നു. പുത്രന്റെ നാമത്തിൽ നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് രക്ഷ വരുന്നുണ്ട്.
കാരണം രക്ഷ തരുവാൻ പുത്രനായ യേശു സദാസമയം ഒരുക്കത്തോടെ ഇരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥന നേരെ പിതാവിൻ്റെ അടുക്കലേക്ക് യേശു കൈമാറുകയാണ്. അതിനെ ഇങ്ങനെ പറയാം, ജഡ്ജിയുടെ മേൽ അവൻ വക്കീൽ എന്ന പോലെ അവൻ നമ്മുടെ പ്രാർത്ഥനകളെ അവൻ കൈമാറുകയാണ്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ പ്രാർത്ഥനകൾ ആരാണ് ഏറ്റെടുക്കുന്നത്? പുത്രനായ ക്രിസ്തു. കാരണം അവൻ്റെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചത് കൊണ്ട് ആ നാമം ഏറ്റെടുക്കുന്നു, ആ നാമം പിതാവായ ദൈവസന്നിധിയിൽ കൊടുക്കുന്നു. ഒന്ന് നോക്ക്, 1 യോഹന്നാൻ എഴുതിയ ലേഖനം 2-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കാം. 1 യോഹന്നാൻ എഴുതിയ ലേഖനം 2-ാം അധ്യായം 1-ാമത്തെ വാക്യം. 1 യോഹന്നാൻ എഴുതിയ ലേഖനം 2-ാം അധ്യായം 1-ാമത്തെ വാക്യം. എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കുവാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. നോക്ക്, ആരും പാപം ചെയ്യാതിരിക്കുവാൻ ഇത് യോഹന്നാൻ നമുക്ക് എഴുതി തരിക. എന്താ എഴുതി തരുന്നത്? ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. ഹല്ലേലൂയ. കർത്താവിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ആരാധിച്ച് ഉപവസിച്ച് പ്രസംഗിച്ചു പാടി ആമേൻ ദൈവസന്നിധിയിൽ നേർച്ചകൾ നേരുന്ന ദൈവമക്കളെ, നമ്മൾ പാപം ചെയ്താൽ നമുക്ക് നീതിമാനായ ഒരു കാര്യസ്ഥൻ പിതാവിന്റെ വലതുഭാഗത്തുണ്ടെന്ന് നാം ഓർക്കണം. ഹല്ലേലൂയ. അവൻ വക്കീലാണ്. ഹല്ലേലൂയ. രണ്ടാമത്, നമ്മുടെ പ്രാർത്ഥന സ്വർഗത്തിൽ എന്ത് നടക്കുന്നു? നമ്മൾ ഈ ഭൂമിയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ സ്വർഗത്തിൽ എന്ത് സംഭവിക്കുന്നു? ആമേൻ വചനം വായിക്കാം. ആമേൻ സ്തോത്രം. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 8-ാം വാക്യം. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 8-ാമത്തെ വാക്യം വേഗത്തിലെടുത്ത് വായിക്കാമോ? വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 8-ാം വാക്യം. വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും വീണയും നിറഞ്ഞ് പിടിച്ചുകൊണ്ട്, നോക്ക് ആമേൻ, നമ്മുടെ പ്രാർത്ഥനകൾ സ്വർഗത്തിൽ എങ്ങനെയാ ചെല്ലുന്നത്? ധൂപകലശം. എങ്ങനെയാ ചെല്ലുന്നത്? ചിലർ പറയുന്നത്, അയ്യോ പാസ്റ്ററെ, അത് അവിടെയുള്ള വിശുദ്ധന്മാർ ധൂപകലശം നീട്ടിയതല്ലേ? അല്ല. ഭൂമിയിൽ ദൈവത്തിന് വിശുദ്ധന്മാരില്ലയോ? ഭൂമിയിൽ ദൈവത്തിന് നീതിമാന്മാരില്ലയോ? വചനം ഇങ്ങനെ പറയുന്നു, പാപികളുടെ പ്രാർത്ഥന ദൈവം അത് ധൂപമായി സ്വർഗത്തിലെത്തുന്നില്ല. പക്ഷേ ആമേൻ വിശ്വാസത്തോടെ വിശുദ്ധിയിൽ ജീവിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ പ്രാർത്ഥന ആമേൻ സ്വർഗത്തിൽ ധൂപകലശം പോലെയാണ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. നിന്റെ നിലവിളി സ്വർഗത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. നിന്റെ നിലവിളിയെ ദൂതന്മാർ ആമേൻ ദൈവത്തിന്റെ സന്നിധിയിൽ എത്തിക്കുന്നു. ആമേൻ. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം 3-4 വാക്യങ്ങൾ വായിക്കാം. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം 3-4 വാക്യങ്ങൾ. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം 3-4 വാക്യങ്ങൾ വേഗത്തിലെടുത്ത് വായിക്കാമോ? മറ്റൊരു ദൂതൻ ഒരു സ്വർണ്ണ ധൂപകലശവുമായി വന്നു, യാഗപീഠത്തിനരികെ നിന്നു. സിംഹാസനത്തിൽ മുമ്പിലുള്ള സ്വർണ്ണപീഠത്തിന്മേൽ നോക്ക്, സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗം അവന് കൊടുത്തു. 4-ാമത്തെ വാക്യം. ധൂപവർഗത്തിന്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ദൂതന്റെ കയ്യിൽ നിന്നും ദൈവസന്നിധിയിലേക്ക് കയറി. ഹല്ലേലൂയ. ഇതിനകത്തിരിക്കുന്ന പ്രിയമക്കളെ, നിങ്ങൾ ഭൂമിയിൽ പുത്രന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിനകത്ത് നിങ്ങളുടെ പ്രാർത്ഥന വിശുദ്ധന്മാരിലൂടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഒരു ധൂപകലശമായി കൈമാറുകയാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലിനെ തകർക്കാൻ ആർക്കും കഴിയത്തില്ല. ഇന്നു മുതൽ നിങ്ങൾ വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. ഒരു കുഞ്ഞനോട് ചോദിച്ചു, പാസ്റ്ററെ പ്രാർത്ഥിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ അവനോട് പറഞ്ഞു, പ്രാർത്ഥിച്ചു തുടങ്ങണം. അത് തന്നെ ദൈവാത്മാവ് ഇതിനകത്തിരിക്കുന്ന പലരോടും പറയുന്നു. ഇന്നു മുതൽ നീ പ്രാർത്ഥിച്ചു തുടങ്ങ്. നീ പ്രാർത്ഥിക്കുമ്പോൾ ചിലതൊക്കെ സംഭവിക്കുന്നുണ്ട്. ഒരു വിഗ്രഹത്തിന്റെ മുമ്പിൽ ചെന്ന് കൈ വണങ്ങുന്നത് പോലെയല്ല, തല കുമ്പിടുന്നത് പോലെയല്ല. ഒരു ദൈവ പൈതൽ മുട്ടുകുത്താൻ തുടങ്ങിയാൽ സ്വർഗം മുഴുവൻ കുനിഞ്ഞ് അവൻ്റെ നേരെ നിൽക്കും. എന്തിനു വേണ്ടിയാ എൻ്റെ പൈതൽ മുട്ടുകുത്തിയത്? ഹാഗർ മരുഭൂമിയിൽ നിലവിളിക്കാൻ തുടങ്ങിയപ്പോൾ ദൂതന്മാരുടെ ഒരു കൂട്ടം അവിടെ ഇറങ്ങി വന്നെങ്കിൽ, യാക്കോബ് ഒരു വടിയോടുകൂടി തകർന്നിരുന്നപ്പോൾ ഒരു കോവണിപ്പടി അവന് വേണ്ടി ഇറങ്ങി വന്നെങ്കിൽ, ഇതിനകത്തിരിക്കുന്ന ദൈവ പൈതലെ, നീ കരയാൻ തുടങ്ങിയാൽ സ്വർഗത്തിന് അടങ്ങിയിരിക്കാൻ കഴിയില്ല. നമ്മൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അത് സാധാരണ വാക്കല്ല,
സ്വർഗത്തിൽ ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മുമ്പിൽ ഒരു സുഗന്ധ ധൂപം പോലെ അതെത്തുന്നു. നിന്റെ കണ്ണുനീരുകളായിരിക്കാം, നിന്റെ പ്രാർത്ഥനകളായിരിക്കാം, നിന്നെ തകർത്ത ചില വിഷയങ്ങളായിരിക്കാം, മാനസികമായ നിലകളായിരിക്കാം, നിന്റെ രോഗം മാറേണ്ടതിനായിരിക്കാം, നിന്റെ തലമുറകളെ കുറിച്ചുള്ള വിഷമങ്ങളായിരിക്കാം, നിന്റെ ബാധ്യതകളെ കുറിച്ചായിരിക്കാം. പക്ഷെ അത് സ്വർഗത്തിലെത്തുന്നുണ്ട്. പുത്രന്റെ നാമത്തിൽ നീ പ്രാർത്ഥിച്ചാൽ അത് പിതാവിന്റെ അടുക്കൽ എത്തുക തന്നെ ചെയ്യും. 3, ഒരു ദൈവ പൈതൽ ഭൂമിയിൽ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൽ എന്തു സംഭവിക്കുന്നു? ആമേൻ. ഹല്ലേലൂയ. വായിക്കാം. യോഹന്നാൻ 16:23 നമ്മൾ നേരത്തെ വായിച്ചു. ആമേൻ, ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ആമേൻ എൻ്റെ നാമത്തിൽ എന്തു പിതാവിനോട് ചോദിച്ചാലും അത് പിതാവ് പുത്രൻ മഹത്വപ്പെടേണ്ടതിന് നിങ്ങൾക്ക് ചെയ്തു തരും. ഹല്ലേലൂയ. പിതാവ് യേശുവിൻ്റെ യോഗ്യത നോക്കിയാണ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നത്. എത്ര പേർക്ക് അത് മനസ്സിലായി? പിതാവായ ദൈവം യേശുവിൻ്റെ യോഗ്യതയാണ് നോക്കുന്നത്. ഹല്ലേലൂയ. എൻ്റെ യോഗ്യത നോക്കിയാൽ എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാൻ ദൈവത്തിന് കഴിയോ? ഈ പ്രസംഗിക്കുന്ന ഞാനായാൽ പോലും എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാൻ ദൈവത്തിന് കഴിയും. എനിക്ക് നാണക്കേടൊന്നുമില്ല. ഹല്ലേലൂയ. കാരണം പാപികളിൽ ഞാൻ ഒന്നാമൻ. ഞാൻ ഇനിയും ദൈവസന്നിധിയിൽ തികയാനുണ്ട്. ഹല്ലേലൂയ. ഇതിനകത്തിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഓടിത്തികയ്ക്കാനുണ്ട്. ഇതിനകത്തിരിക്കുന്നവരെ, ഒന്ന്, നമ്മുടെ യോഗ്യതയല്ല നമ്മൾ ഭൂമിയിൽ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം നോക്കുന്നത്. അവൻ്റെ വലതുഭാഗത്തിരിക്കുന്ന പുത്രൻ്റെ യോഗ്യതയാണ് നോക്കുന്നത്. ഹല്ലേലൂയ. കാരണം നമ്മൾ പാപികളാണ്. നമ്മുടെ സ്വന്തം യോഗ്യതയിൽ പിതാവിൻ്റെ അടുത്ത് ചെല്ലാൻ പറ്റത്തില്ല. ഇതിനകത്തിരിക്കുന്ന നമ്മളെല്ലാം എന്തുള്ളവരാണ്? പാപികളാണ്. എന്താണ്? ഇനി എത്ര വട്ടം മാനസാന്തരപ്പെട്ടെന്ന് പറഞ്ഞാലും, എത്ര വെള്ളത്തിൽ നീ സ്നാനപ്പെട്ടെന്ന് പറഞ്ഞാലും, എത്ര തിരുവത്താഴം എടുത്തെന്ന് പറഞ്ഞാലും, ഞാൻ ഒരു വാക്ക് പറയാം, മുറുകെ പറ്റുന്ന പാപങ്ങളാൽ പാപികളായിട്ടുള്ളവർ തന്നെയാണ് സകല മനുഷ്യരും. ഹല്ലേലൂയ. അതാ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഒരു വ്യത്യാസമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. ഇനി ദൈവ തേജസ്സിന് വേണ്ടി എന്ത് ചെയ്യണം? വിശുദ്ധരും നിഷ്കളങ്കരുമായി ദൈവസന്നിധിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം. അവൻ തിരഞ്ഞെടുക്കുന്നവരെ നിയമിക്കും, നിയമിച്ചവരെ മുൻനിർത്തുന്നവരെ വിശുദ്ധീകരിക്കും, വിശുദ്ധീകരിക്കുന്നവരെ തേജസ്കരിക്കും. അത് അവന്റെ ഇഷ്ടമാണ്. നമ്മൾ മുന്നോട്ട് പോവുക. ഞാൻ ഭാവി എന്ന് പറഞ്ഞ ഒരു മൂലയ്ക്കകത്ത് ഇനി എനിക്ക് ക്രിസ്ത്യ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പരാജയപ്പെട്ടിരിക്കുന്നത് പിശാച് പിടിച്ച ഹൃദയമാണ്. പകരം ഞാൻ ഭാവിയാണെങ്കിലും ഓരോ സെക്കൻഡിലും എന്നെ കഴുകുന്ന ദൈവത്തിൻ്റെ വചനമുണ്ട്, പരിശുദ്ധ ആത്മാവുണ്ട്, ആരാധനയുണ്ട്, പ്രാർത്ഥനയുണ്ടെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നവനെ കർത്താവ് വീണ്ടും വീണ്ടും ബലപ്പെടുത്തി പാപത്തിൽ വീഴാതെ ബലം നൽകിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് പറയുന്നു, മുറുകെ പറ്റുന്ന പാപങ്ങളിൽ നിന്ന് ഓടിയകലുക. ആമേൻ. ബൈബിൾ പറഞ്ഞു, എൻ്റെ നാമത്തിൽ നിങ്ങൾ പിതാവിനോട് എന്ത് ചോദിച്ചാലും അവൻ നിങ്ങൾക്ക് തരും. യേശുവിൻ്റെ നാമത്തിൽ. എന്നാൽ യേശുവിൻ്റെ ക്രൂശിലെ മരണം, രക്തം, നീതി എന്നിവയുടെ അടിസ്ഥാനത്തിൽ പിതാവ് നമ്മുടെ മുഖമല്ല നോക്കുന്നത്, നമുക്ക് വേണ്ടി മരിച്ച പുത്രൻ്റെ മുഖമാണ് നോക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന സ്വീകാര്യമാകുന്നു. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 6-ാം വാക്യം വായിക്കാം. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. ഈ എഫെസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അവിടെ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ചില വാക്കുകൾ നമ്മളെ അതിശയപ്പെടുത്തും. നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകണമെന്ന് ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ തിരഞ്ഞെടുത്തു. എങ്ങനെ എടുത്തു? തിരഞ്ഞെടുത്തു. രണ്ടാമത് കാണുവാൻ കഴിയുന്നത് അവൻ നമ്മെ ദത്തെടുത്തു. മൂന്നാമത് പറയുന്നത് അവൻ നമ്മെ വീണ്ടെടുത്തു. ഹല്ലേലൂയ. നോക്ക്, അവൻ നമ്മെ തിരഞ്ഞെടുത്തു, വീണ്ടെടുത്തു. ഹല്ലേലൂയ. ഒന്ന് തിരഞ്ഞെടുത്തു, ലോകസ്ഥാപനത്തിന് മുൻപേ എന്നെയും നിങ്ങളെയും ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ട്. 2, അവൻ ദത്തെടുത്തു. പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും യേശു എന്ന ക്രൂശിലെ മരണത്തിലൂടെ അവൻ നമ്മെ ദത്തെടുക്കുകയായിരുന്നു, ദത്തുപുത്രന്മാരാവുകയായിരുന്നു. എന്നാൽ ക്രൂശിലെ ജയത്തോടുകൂടി നമ്മെ അവൻ വീണ്ടെടുത്തു കഴിഞ്ഞു. ഹല്ലേലൂയ. ഇനി നമ്മൾ അടിമകളല്ല, ദത്തുപുത്രന്മാരല്ല, അവകാശികളാണ്, അധികാരമുള്ളവരാണ്. അങ്ങനെ ഉള്ളവർ ഒന്നാമതായി തിരിച്ചു പറയണം, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ സ്വർലോകത്തിൽ ചിലതൊക്കെ സംഭവിക്കുന്നുണ്ട്.
ഒന്ന്, നിന്റെ പ്രാർത്ഥനയെ ദൈവത്തിന്റെ അടുക്കൽ ഇരുന്നു കൊണ്ട്, വലതുഭാഗത്തിരുന്നു കൊണ്ട് പുത്രൻ മധ്യസ്ഥത വഹിക്കുന്നുണ്ട്. 2, നിന്റെ പ്രാർത്ഥന ധൂപകലശമായി വിശുദ്ധന്മാർ ദൈവസന്നിധിയിൽ കൊടുക്കാറുണ്ട്. 3, നമ്മുടെ യോഗ്യത നോക്കിയല്ല സ്വർഗത്തിൽ നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുന്നത്. പുത്രന്റെ യോഗ്യത നോക്കിയാണ് അവൻ നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, 1, പ്രാർത്ഥിക്കുന്നവൻ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണം. പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കണം. ഇനി നമുക്ക് 2 ലോകങ്ങൾ പഠിക്കാനുണ്ട്. ഒന്ന്, നമ്മളിപ്പോൾ ഏത് ലോകം പഠിച്ചു? ഇനി നമുക്ക് ഏതൊക്കെ ലോകമുണ്ട്? ഭൂലോകവും ഈ 2 ലോകങ്ങളെക്കുറിച്ച് നാളെ പഠിക്കാം. ഈ സമയം ഇന്ന് ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളോട് ദൈവാത്മാവ് സംസാരിച്ച വിഷയങ്ങൾ ആരും മറക്കരുത്. 1, നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങുക. 2, പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുക. 3, പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയ മക്കളെ, നീ പ്രാർത്ഥിക്കാനിരിക്കുന്ന സ്ഥലം ഏതെന്ന് കർത്താവ് നോക്കത്തില്ല. നീ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഇട്ടിരിക്കുന്ന വസ്ത്രം ഏതെന്ന് ദൈവം നോക്കത്തില്ല. ആമേൻ, ഹല്ലേലൂയ. നീ പ്രാർത്ഥിക്കുമ്പോൾ ഊമനാണെന്നോ ബധിരനാണെന്നോ മുടന്തനാണെന്നോ ചെകിടനാണെന്നോ ദൈവം നോക്കത്തില്ല. അവൻ ഒരേ ഒരു കാര്യം നോക്കും, പുത്രന്റെ നാമത്തിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ടോ? അവന് വേണ്ടി സ്വർഗം ചലിക്കാൻ തയ്യാറാണ്. അതാ പത്രോസ് പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്ക്. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളോട് ദൈവാത്മാവിനെ ഞാൻ പറയുക, യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങുക. പിതാവായ ദൈവത്തിന് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാതിരിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് എഴുന്നേൽക്കാം, കണ്ണുകളടയ്ക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം.